السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആ നിലക്ക് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റയ്ക്ക് മുമ്പുള്ള മക്കയിലെ ദഅവത്തിനെക്കുറിച്ചായിരുന്നു സൂചിപ്പിച്ചു വന്നത്. മക്കയിൽ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നു. പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അതനുസരിച്ചുകൊണ്ട് പരസ്യ പ്രബോധനത്തിലേക്ക് ഏർപ്പെടുകയും ഖുറൈശികളുടെ അക്രമങ്ങളും ബഹിഷ്കരണങ്ങളും കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ താലിബിൻ്റെയും മരണത്തോടുകൂടി ശത്രുക്കൾക്കൊരവസരം ലഭിച്ചതെന്നോണം കഠിനമായി ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്താണ് ത്വായിഫിലേക്ക് യാത്രയാകുന്നതും വിപരീത ഫലം ത്വായിഫിൽ നിന്ന് ലഭിച്ചപ്പോൾ മക്കയിലെ ഓരോ ഗോത്രങ്ങളിലേക്കും ബനു ആമിർ ഗോത്രവും ബനു ഷൈബാൻ ഗോത്രത്തിൻ്റെയൊക്കെ നേതാക്കന്മാരുമായി ചർച്ചകൾ ചെയ്യുകയും ചിലരൊക്കെ വിശ്വസിക്കുന്നു, ചിലർ അവിശ്വസിക്കുന്നു, ചിലർ കളിയാക്കി ആട്ടി പുറത്താക്കുന്ന രംഗം. യഥിരിബിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളുടെ ഓരോ ഹൈമകളിലും ഓരോ ടെൻറ്റുകളിലും കയറിയിറങ്ങി അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് യഥ്രിബിൽ നിന്ന് ഹജ്ജിന് വേണ്ടി വന്ന 6 പേർ മിനയിൽ വെച്ച് തലമുട്ടയടിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കാണുന്നതും അവരോട് യഥ്രിബുകാരാണോ എന്നും കൂടെ താമസിക്കുന്നത് ജൂതന്മാരാണോ എന്നൊക്കെ ചോദിച്ച് അവർ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് കേട്ട് ആ ദീനനുസരിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ കൊടുത്ത് അഥവാ മുസ്ലിങ്ങളായി മദീനയിലേക്ക് തിരിച്ചുപോയി ഓരോ ഗോത്രങ്ങളിലേക്കും കയറിയിറങ്ങി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു. ചിലരൊക്കെ വിശ്വസിക്കുന്നു, ഭൂരിഭാഗം ആളുകളും അവിശ്വസിക്കുന്നു. അങ്ങനെയാണ് വരും വർഷത്തിൽ 12ഓളം ആളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരുന്നത്. 12ഓളം ആളുകളിൽ 5 പേർ കഴിഞ്ഞ വർഷം ഹജ്ജിന് വന്ന് മുസ്ലിങ്ങളായ 6 പേരിൽപ്പെട്ട 5 പേരായിരുന്നു. അടുത്ത 5 പേരാകട്ടെ മദീനയിലെ പ്രമുഖ ഗോത്രമായ ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട 5 പേരായിരുന്നു. ഒരാൾ ഔസിലും, അഥവാ കഴിഞ്ഞ വർഷം ഹജ്ജിന് വന്ന് മുസ്ലിങ്ങളായ 5 പേരും അതുപോലെ തന്നെ ഹസ്റജിൽപ്പെട്ട 5 പേരും ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളും കൂടെ 12 പേർ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരികയാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഹജ്ജിൻ്റെ ഓരോ ടെൻറ്റുകളിലും കയറിച്ചെന്ന് ദഅവത്ത് നടത്തുന്നത് പോലെ അള്ളാഹുവെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും നാളെയുടെ ലോകത്തെക്കുറിച്ചും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ചും അവർക്കും ഉപദേശങ്ങൾ നൽകി. അവരും വിശ്വാസികളാകാൻ തയ്യാറാവുകയാണ്. 7 പേര് വിശ്വസിച്ചു. അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വിശ്വസിച്ച 5 പേരും ഈ വർഷം വന്ന ബാക്കി 7 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയാണ്. അവരും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് മദീനയിൽ ദീന് പഠിപ്പിക്കാൻ, മദീനയിൽ ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിക്കാൻ ഒരു ദാഇയെ, ഖുർആൻ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുകയല്ല ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചു നോക്കിയാലും എടുത്തുചാടി തീരുമാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുക സാധ്യമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദാഇയെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുമ്പോൾ മക്കയിൽ പലരുമുണ്ടായിട്ടും മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോകാൻ തിരഞ്ഞെടുക്കുകയാണ്. പണ്ഡിതന്മാർ 10ഓളം കാരണങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. വരും ഖുത്ബകളിൽ നമ്മൾക്കത് ശ്രവിക്കാം എന്നതാണ് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മദീനത്തേക്ക് ദാഇയായി പറഞ്ഞേക്കുന്നു. ഓരോ കുടിലുകളിലും ഓരോ വീടുകളിലും ഓരോ ഗോത്രങ്ങളിലും ഓരോ അങ്ങാടിയിലും ഈ 2 ദാഇമാരും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് വളരെ ഭംഗിയോടുകൂടിയും കൃത്യതയോടുകൂടിയും പ്രബോധനം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്ന രംഗം മദീനയിൽ കാണുകയാണ്. വരുന്ന വർഷത്തെ ഹജ്ജിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നു. മദീനത്തെ രംഗങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കണ്ണുകൊണ്ട് മദീന കാണുന്നത് പോലെ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹജ്ജിൻ്റെ സമയമായി. ദുൽഹജ്ജ് മാസത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, പിൽക്കാലത്ത് മുനാഫിഖീങ്ങളുടെ നേതാവ് എന്നത് നമുക്കറിയുന്ന വ്യക്തിയാണ്. വരുന്ന വർഷം 500ഓളം ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരികയാണ്. അവരിൽ മുസ്ലിങ്ങളായവരുണ്ട്, അതുപോലെ തന്നെ പഴയ രീതിയിൽ ശിർക്കിൽ തന്നെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് ആ യസ്രിബിലെ സംഘത്തിൻ്റെ നേതാവ്. മക്കയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അദ്ദേഹവും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളിൽ നിന്ന് ദഅവത്ത് ലഭിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. മക്കയിലേക്ക് എത്തിയപ്പോൾ മക്കയിൽ വെച്ച് ബറാ റളിയല്ലാഹു അൻഹു ഈ മുസ്ലിങ്ങളുടെ സൽസ്വഭാവത്തെക്കുറിച്ചും അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടും മക്കയിൽ വെച്ച് ബറാഉം മുസ്ലിമായി. ഹജ്ജിൻ്റെ തൊട്ട് മുന്നുള്ള 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും മുസ്ലിമായി. 500ഓളം ആളുകൾ ഹജ്ജിന് വേണ്ടി വന്നു. അതിൽ മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആഗ്രഹവും അവിടുത്തോടൊപ്പം ചർച്ചകൾ നടത്താനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ മിശ്രിതമായിട്ട് മുസ്ലിങ്ങളും മുശ്രിക്കുകളും യസ്രിബിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മേൽനോട്ടത്തിൽ മക്കയിലേക്ക് ഹജ്ജിന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഹജ്ജ് വേളകളിൽ ചെയ്യുന്നത് പോലെ ഓരോ ടെൻറ്റിലും കയറിയിറങ്ങി ദഅവത്ത് നടത്തി. അങ്ങനെയാണ് യസ്രിബിൽ നിന്ന് ഹജ്ജിന് വന്ന മുസ്ലിങ്ങൾ അവരാലോചിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തണം. അതിനുവേണ്ടി ചർച്ചകൾ ചെയ്യാൻ കഅബ് ബിൻ മാലിക്കിനെയും ബറാഇനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്തേക്ക് അയക്കുകയാണ്. അവർ പോയി ചർച്ചകൾ ചെയ്തു. പ്രവാചകരെ, ഇത്ര ആളുകൾ മദീനയിൽ നിന്ന്, അഥവാ അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്ന പേര് മാറ്റിയിട്ടില്ല, യസ്രിബിൽ നിന്ന് 500ഓളം ആളുകൾ കൂടെയുണ്ട്. നിങ്ങളുമായി ചർച്ച ചെയ്യാനും ഇരിക്കാനും താല്പര്യമുണ്ട്. അതിൻ്റെ പ്രതിനിധികളായിട്ടാണ് യസ്രിബിൻ്റെ സംഘം ഈ കഅബ് എന്ന എന്നെയും ഈ ബറാഇനെയും താങ്കളുടെ സമീപത്തേക്ക് അയച്ചത്. അവർ ചർച്ചകൾ നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹജ്ജിൻ്റെ അഥവാ അയ്യാമുത്ത് ശരീക്കിൻ്റെ അവസാന ദിവസം ദുൽഹജ്ജ് 13-ന് അഖബയുടെ ജംറത്തുൽ കുബറയുടെ തൊട്ടപ്പുറത്തുള്ള വാദി സാലിമിൽ ഈ രാത്രിയുടെ അർദ്ധരാത്രി, ആ സമയത്ത് നമ്മൾക്കൊന്നൊന്നിച്ചിരിക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്. അവിടെയും നേരത്തെ മദീനത്തേക്ക് യസ്രിബിലേക്ക് മിസ്അബിനെ പറഞ്ഞേക്കുമ്പോഴും ഇവിടെ കൂടിയാലോചിക്കാനുള്ള ഇരുത്തത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോഴും ഏത് ദിവസം ഇരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ദുൽഹജ്ജ് 12-ന് പോരാ, ദുൽഹജ്ജിന് 14-നും പോരാ, ദുൽഹജ്ജ് 13-ന് രാത്രി ഇരിക്കണം. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെ ഇരിക്കണം? വാദി സാലിമിലെത്തണം. ഏത് സമയത്തിരിക്കണം? രാത്രിയുടെ തുടക്കത്തിലാകരുത്, രാത്രിയുടെ അവസാനത്തിലാകരുത്, അതിൻ്റെ മധ്യസമയത്ത് രാത്രിയുടെ 2-1 കഴിയുന്ന ആ സമയത്തായിരിക്കണം ഇരുത്തം നിർവഹിക്കേണ്ടത്. മുസ്ലിം ലോകമേ, നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഏതും എന്ത് കാര്യങ്ങളും പെട്ടെന്ന് എടുത്തുചാടി ചെയ്ത് ഏതെങ്കിലും 4 ആളുകൾ മുസ്ലിം നാമധാരികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് ലോകത്തനുഭവിക്കുന്നത് മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ്. ഒരു കാര്യത്തിൽ എടുത്തുചാടിയുള്ള തീരുമാനം, ഏത് വിഷയത്തിലും, നമസ്കാരത്തിൽ പോലും, നോമ്പിൽ പോലും, സക്കാത്തിലും, ഹജ്ജിലും എല്ലാത്തിലും തിരക്കാണ്. നമ്മൾക്ക് എന്തിലും തിരക്കാണ്. അതുപോലെ തന്നെ സമുദായത്തിൽ ഒന്നിച്ച് ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ സമുദായത്തിൻ്റെ എല്ലാവരുമായും കൂടിയാലോചിക്കാതെ
ഞാനാണ് ഈ സമുദായത്തെ കാക്കുന്നതെന്നും ഞാനാണ് ഈ സമുദായത്തെ രക്ഷിക്കുന്നതെന്നും 4 ആളുകൾ കൂടുമ്പോൾ ഞാൻ വലിയ നേതാവാണെന്ന് കരുതി ആ നിലക്ക് പ്രസ്താവനകളും ചർച്ചകളും അഭിമുഖങ്ങളിൽ പോയി ഇരുന്നും പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകൾ അവർ മനസ്സിലാക്കുന്നില്ല, അവരുടെ വായിൽ നിന്ന് വരുന്ന ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനെന്തെന്നറിയാത്ത ആളുകൾ പോലും, ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത, ഹദീസ് പഠിച്ചിട്ടില്ലാത്ത, മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കാത്ത ആളുകൾ പോലും ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഈ സമുദായത്തിനുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയാണ് എന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇന്നിൻ്റെ മുസ്ലിം ലോകം അനുഭവിക്കുന്നതിൽ വലിയൊരു പങ്ക് പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള ആളുകളിൽ നിന്നും ഉണ്ടാവുകയാണ്. അത് പാടില്ല. ഏത് സമയത്തും ചർച്ചകൾ വേണം. അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിക്കുന്നു, വഅംറുഹും ശൂറാ ബൈനഹും, കാര്യങ്ങൾ കൂടിയാലോചിച്ചിട്ട് വേണം തീരുമാനിക്കണം. എന്നിട്ട് ഒരു കാര്യത്തിൽ തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ വേണം. കൂടിയാലോചനകൾ വേണം, അള്ളാഹുവിന് വേണ്ടിയാകണം, പടച്ചറബിൻ്റെ സ്വർഗം മോഹിച്ചിട്ടാകണം, ആർക്കെതിരെയും അനീതിക്ക് വേണ്ടിയാകരുത്. അങ്ങനെ അതായിരിക്കണം ഒരു മുസ്ലിം. അല്ലാതെ ഏതെങ്കിലും പടുജാഹിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ദുരന്തം മുസ്ലിങ്ങളും ഇസ്ലാമും ഒന്നിച്ചനുഭവിക്കേണ്ടി വരുന്നു. വിശിഷ്യ ഒരു മുസ്ലിം എപ്പോഴും ശ്രദ്ധിക്കണം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറയുന്നത് തൻ്റെ നാവിൽ നിന്നും തൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ അവൻ്റെ ഉപദ്രവങ്ങളിൽ രക്ഷപ്പെടേണ്ടതുണ്ട്. ഒരുപാട് നമസ്കരിക്കുന്ന, ഒരുപാട് നോമ്പെടുക്കുന്ന, ധാരാളം സ്വതക്ക നൽകുന്ന, രാത്രി തഹജ്ജുദ് പോലും മുടക്കാത്ത ഒരു പെണ്ണിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ട് നാട്ടിൽ, ഗൈറ അന്നഹ തുഅ്ദീ ജീറാനഹ ബിലിസാനിഹ. ആ പെണ്ണ് നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്തും സ്വതക്കയും ഒക്കെ നൽകുന്നു, പക്ഷെ നാവ് കൊണ്ട് അയൽവാസിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കേണ്ടി വന്നില്ല. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഗ്രഹണം ബാധിച്ചപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ തട്ടം പോലും മറന്ന് തൻ്റെ വീട്ടിലെ സ്ത്രീയുടെ തട്ടമെടുത്തോടിയിട്ട് മദീനത്തെ പള്ളിയിലേക്ക് ഖിയാമത്ത് സംഭവിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ഒരു ഗ്രഹണം ബാധിക്കുമ്പോഴത്തേക്ക് അള്ളാഹുവെ ലോകത്തെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് തട്ടമെടുത്തോടി മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു. ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദത്തോടുകൂടി സുജൂദിൽ പ്രാർത്ഥിച്ചു. ആ നമസ്കാരത്തിൽ മിഹ്റാബിന് മുന്നിലും പോയി മിഹ്റാബിന് പിന്നിലും വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ നമസ്കാരത്തിൽ ഞാൻ നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്ന ആ സ്ത്രീ നരകത്തിൽ വെന്തുരുകുന്നത് എനിക്ക് കാണേണ്ടി വന്നു എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ തകരാറ് കൊണ്ടല്ല, നോമ്പിൻ്റെ തകരാറ് കൊണ്ടല്ല, ഇബാദത്തുകളുടെ തകരാറ് കൊണ്ടല്ല. ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വഭാവം ജീവിതത്തിലില്ലെങ്കിൽ ആ ഇബാദത്തുകൾ, ആ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർന്നു പോകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏത് വിഷയത്തിലും ധൃതി കാണിച്ച് നശിപ്പിക്കലല്ല, അലസത കാണിച്ചു നശിപ്പിക്കലല്ല, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്യലാണ്. അങ്ങനെ ഈ കഅബ് ബിൻ മാലിക്കും ബറാ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിയോടൊപ്പം ചർച്ചകൾ നടത്തി, സ്ഥലം തീരുമാനിച്ചു, സമയം തീരുമാനിച്ചു, ദിവസം തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കാൻ തയ്യാറായി. യഥരിബിൻ്റെ ഭാഗത്ത് നിന്ന് അവരും വന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂലും, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടെയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെയും അലിയെയും വാസിനെയും ഒക്കെ ഓരോ ഭാഗത്ത് നിർത്തി, ഓരോ ഭാഗത്ത് നോക്കാനും വീക്ഷിക്കാനും നിർത്തി. അങ്ങനെയാണ് ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹസ്റജുകാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്, ഹസ്റജുകാരെ, ഇതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നടത്തുന്ന പ്രബോധനമെന്നും മക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും മക്കയിൽ ഖുറൈശികൾ എന്താണ് ചെയ്യുന്നതെന്നും മദീനത്തേക്ക് വന്നാൽ നിങ്ങൾ ഒരുക്കമാണോ എന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹിയുടെ സംസാരം കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു, ദീനിനെക്കുറിച്ച് സംസാരിച്ചു, അള്ളാഹുവെക്കുറിച്ച് പറഞ്ഞു, നന്മ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, തിന്മ വിരോധിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ദഅവത്തിൻ്റെ മേഖലയിൽ ഒരാളെയും പേടിക്കാത്ത നിലക്ക് അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ സന്ദേശത്തെ പ്രബോധനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ബറാ റളിയല്ലാഹു അൻഹു പറയും, അദ്ദേഹമാകട്ടെ
ഹജ്ജിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പോ 3 ദിവസങ്ങൾക്ക് മുമ്പോ ഇസ്ലാമിലേക്ക് വന്നിട്ടേയുള്ളൂ. ഈ സമയത്തിന് ശേഷം 2 മാസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എല്ലാ കരാറും അവർ ഏൽക്കുകയാണ്, ബൈഅത്ത് ചെയ്യുകയാണ്. അഥവാ അഖബയിൽ വെച്ച് 2ാമത്തെ അഖബ ഉടമ്പടി, ഹിജ്റയ്ക്ക് മുമ്പുള്ളൊരു ഉടമ്പടി അവിടെ നടക്കുകയാണ്. താങ്കൾ മദീനത്തേക്ക് വന്നാൽ ഞങ്ങളും ജൂതരും തമ്മിലുള്ള ചില കരാറുകളുണ്ട്. താങ്കൾക്ക് വേണ്ടി അത് ലംഘിക്കേണ്ടി വന്നാലും ഞങ്ങൾ ലംഘിക്കാമെന്ന് പോലും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനത്തേക്ക് സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നു, അവരോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഇങ്ങനെയൊക്കെ താങ്കളിൽ നിന്ന് ഞങ്ങൾ കേട്ടുപഠിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളായി മദീനയിൽ താങ്കളെ സഹായിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ദുനിയാവിൻ്റെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുണ്ടായിരുന്നില്ല. ദുനിയാവിത്തെ ഒരു ലാഭങ്ങളെക്കുറിച്ചുമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കരാർ നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഫലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു. ആ സമയത്ത് പറയുന്നു, റളീനാ ബില്ലാഹി റബ്ബാ, ഞങ്ങളുടെ റബ്ബായിക്കൊണ്ട് അള്ളാഹുവിന് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് യഥിരിബിൻ്റെ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇതായിരുന്നു ഹിജ്റയ്ക്ക് മുമ്പ് നടന്ന അഖബയിൽ വെച്ച് നടന്ന 2ാമത്തെ ഉടമ്പടി. 1ാം അഖബ ഉടമ്പടി, ആ 12 പേർ ഇസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ അഖബയിൽ വെച്ച് നടന്ന 1ാമത്തെ ഉടമ്പടി, അഥവാ ജംറത്തുൽ അഖബയുടെ ജംറത്തുൽ കുബറയുടെ ആ ഭാഗത്ത് നടന്ന ഉടമ്പടി. അതിനുശേഷമാണ് ഈ 2ാമത്തെ ഉടമ്പടി നൽകുന്നത്. അങ്ങനെ ആ സമയത്ത് അവരിതും കേട്ടുകൊണ്ട് മദീനത്തേക്ക് യാത്രയാവുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് മദീന ഹിജ്റയ്ക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ. നാം നമ്മുടെ കുടുംബത്തെ ഇത് പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ചരിത്രം വായിക്കാനോ പഠിക്കാനോ നമ്മൾക്ക് താല്പര്യമുണ്ടാകാറുമില്ല. ദുനിയാവിൻ്റെ ഏത് വിഷയത്തിലും മുഴുകുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ സമയമില്ല. നമ്മുടെ ശമ്പളത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ തിരക്കിനെക്കുറിച്ചും അതിനുവേണ്ടിയാണ് നമ്മൾക്ക് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, മാറി ചിന്തിക്കണം, പഠിക്കണം, ആഖിറത്തിലേക്ക് എത്തണം, ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധം നമ്മൾക്കുണ്ടാകണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.